ഐടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ES ഇൻസ്ട്രക്ടർ ബാലനഗർ ITI മുക്കന്നൂർ. ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് MSME. MSME മീൻസ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ. ആദ്യം നമുക്ക് എൻ്റർപ്രൈസസ് ഓർ സംരംഭം എന്താണെന്ന് നോക്കാം. സംരംഭത്തിൻ്റെ ഡെഫിനിഷൻ: വ്യക്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ ഒരു വ്യവസായം ആരംഭിക്കുന്നതിനു വേണ്ടി നിശ്ചിത മൂലധനം, ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ, നിയമപരമായ അനുകൂല സാഹചര്യങ്ങൾ എന്നിവയുടെ പിൻബലത്തിൽ നടത്തുന്ന ഉൽപാദന വിപണന സമ്പ്രദായത്തെയാണ് നമ്മൾ സംരംഭം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ടോപ്പിക്കാണ് MSME. COVID-19 മൂലം ഏകദേശം ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകളാണ് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് കണക്കാക്കപ്പെടുന്നത്. അത് എല്ലാ സെക്ടറിലും ഇതിൻ്റെ ആഘാതം പ്രതിഫലിക്കും. ഓൾറെഡി ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ വീണ്ടും കോടിക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഇവിടെയുണ്ടാകുന്ന തൊഴിലില്ലായ്മ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം. നമുക്ക് മുന്നിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ഒരു നല്ല എൻ്റർപ്രനർ ആവുക എന്നതാണ്. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പുതിയ വ്യവസായ നയം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത സർക്കാർ നമുക്കായി ഒരുക്കിത്തരുന്ന ഒരു മീഡിയമാണ് MSME, മീൻസ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രനർക്ക് തന്റെ വരുമാന പരിധിയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് തുടങ്ങാവുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ MSME എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ എന്താണ്? MSMEയുടെ ഡെഫിനിഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് Micro Small Medium Enterprise Development Act 2006. The micro small medium enterprise are classified into manufacturing enterprise and service enterprise. MSMEയെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ്, രണ്ട് സർവീസ് എന്റർപ്രൈസ്. അതായത് നിർമ്മാണ സ്ഥാപനങ്ങൾ, സേവന സ്ഥാപനങ്ങൾ. പൊതുവെ മൂന്ന് തരം ബിസിനസ്സുകളാണ് ഉള്ളത്: മാനുഫാക്ചറിംഗ്, സർവീസ്, ട്രേഡിംഗ്. എന്താണ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ് എന്ന് നോക്കാം. ദ എന്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ദ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് ആർ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് എവിടെ നിന്നോ കളക്ട് ചെയ്യുന്നു, പ്രോസസ് ചെയ്ത് ആ റോ മെറ്റീരിയൽസിന്റെ രൂപം മാറ്റിയിട്ട് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുന്നു. ഇതാണ് മാനുഫാക്ചറിംഗ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മുളക് ഒരു സ്ഥലത്ത് നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ അത് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ആണ്. LED ബൾബിന്റെ പാർട്സ് വാങ്ങി LED ബൾബ് ആയിട്ട് മാറ്റിയിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ആണ്. ഒരു പുതിയ ഉൽപ്പന്നം നിങ്ങൾ ഉണ്ടാക്കുകയാണ്, ഉൽപാദനം ഉണ്ടാക്കുക. അതാണ് മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ. രണ്ടാമത് സർവീസ് എന്റർപ്രൈസ്. എന്റർപ്രൈസസ് എൻഗേജ്ഡ് providing or rendering of service are defined in terms of investment in equipments. നിങ്ങളുടെ സ്ഥാപനം മറ്റൊരാൾക്ക് സർവീസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ സർവീസ് മേഖലയിൽ ഉള്ളതാണ്. ഉദാഹരണം, നിങ്ങൾ ഒരു അഡ്വർടൈസിംഗ് കമ്പനി നടത്തുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്നത് സർവീസ് ആണ്. നിങ്ങൾ ഒരു വെബ് ഡിസൈനർ ആണ്, ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്, ഇങ്ങനെയുള്ള ജോലികളാണെങ്കിൽ നിങ്ങൾ അവിടെ സർവീസ് മേഖലയിൽ പെടുന്ന വ്യക്തിയാണ്. അക്ഷയ പോലെ ഒരു സെന്റർ നടത്തുകയാണെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു, PSC ആപ്ലിക്കേഷൻ ഉള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ഓൺലൈൻ ആപ്ലിക്കേഷനും
പ്രിൻ്റ് ഔട്ട് എടുത്തു കൊടുക്കൽ, അങ്ങനെയുള്ള കുറേ സർവീസുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ അത് സർവീസ് മേഖലയിൽ വരും. മൂന്നാമത് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പലചരക്ക് കട നടത്തുന്നു, മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, സോപ്പ് വാങ്ങുന്നു അതുപോലെ തന്നെ വിൽക്കുന്നു, അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഒരു കടയാണ് നിങ്ങൾ നടത്തുന്നത് എങ്കിൽ അതിനകത്ത് സർവീസ് അല്ല, മാനുഫാക്ചറിങ് അല്ല. നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് ആണ്. ഇനി താഴെ ഒരു ടേബിൾ കാണാം. അതായത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിനെയും സർവീസ് എൻ്റർപ്രൈസിനെയും വീണ്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവയിൽ മുതൽ മുടക്കുന്ന യന്ത്ര സാമഗ്രികളിൽ അല്ലെങ്കിൽ ഉപകരണങ്ങളിലുള്ള സ്ഥിര നിക്ഷേപത്തിൻ്റെ പരിധി നിശ്ചയിച്ചുകൊണ്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഓരോ ഇൻഡസ്ട്രിക്കും എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നിരക്ക്, അതായത് പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് വേണ്ടിയിട്ട് എത്ര തുകയാണോ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഇൻഡസ്ട്രിയെ മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് വേർതിരിക്കുന്നത്. അതായത് അത് തന്നെയാണ് മൈക്രോ മാനുഫാക്ചറിങ് സെക്ടറിനുമുണ്ട്, മൈക്രോ സർവീസ് സെക്ടറിനുമുണ്ട്. മൈക്രോ മാനുഫാക്ചറിങ് എന്ന് പറയുകയാണെങ്കിൽ നാം നിക്ഷേപം ഉപയോഗിച്ച് നിർമ്മാണം നടത്തുക. മൈക്രോ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ നാം നിക്ഷേപം ഉപയോഗിച്ച് സർവീസ് നടത്തുക. ഏത് രീതിയിലും ആവാം. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ച് വീണ്ടും 3ആയി വിഭജിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്, മൈക്രോ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. ഇത് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിരക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി ഡസ് നോട്ട് എക്സീഡ് 25 lakh. അതായത് ഒരു നിക്ഷേപകൻ 1 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് കെട്ടിടങ്ങളിലും യന്ത്രോപകരണങ്ങളിലും നിക്ഷേപിക്കുന്നത് എങ്കിൽ ആ ഇൻഡസ്ട്രീനെയാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ദെൻ സ്മോൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി ഈസ് മോർ ദാൻ 25 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore. ഒരു നിക്ഷേപകൻ 25 ലക്ഷത്തിനും മുകളിലും 5 കോടിക്കിടയിലും കെട്ടിടങ്ങളിലും യന്ത്രോപകരണങ്ങളിലും നിക്ഷേപം നടത്തുന്നതിനെയാണ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ദെൻ മീഡിയം മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് വെച്ചാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി ഈസ് മോർ ദാൻ 5 crore ബട്ട് ഡസ് നോട്ട് എക്സീഡ് 10 crore. കെട്ടിടങ്ങളിലും യന്ത്രോപകരണങ്ങളിലുമുള്ള നിക്ഷേപം 5 കോടിക്ക് മുകളിലും 10 കോടിയിൽ കവിയാത്തതുമായ നിക്ഷേപം നടത്തുന്നതിനെയാണ് മീഡിയം മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി അത് സർവീസ് സെക്ടറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസ് എൻ്റർപ്രൈസസ്. മൈക്രോ സർവീസ് സെക്ടർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ നിക്ഷേപം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ഡസ് നോട്ട് എക്സീഡ് 10 lakh. അതായത് മൈക്രോ മാനുഫാക്ചറിങ്ങിന് 25 lakh പറയുമ്പോൾ മൈക്രോ സർവീസ് സെക്ടറിന് 10 lakhs ആണ് പറയുന്നത്. അതായത് ബിലോ 10 lakhsൽ വരുന്നതിനെയാണ് മൈക്രോ സർവീസ് സെക്ടർ എന്ന് പറയുക. ദെൻ സ്മോൾ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ഈസ് മോർ ദാൻ 10 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore. 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിൽ നിക്ഷേപം വരുന്ന സർവീസ് മേഖലയെയാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. ദെൻ മീഡിയം സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ഈസ് മോർ ദാൻ 2 crore ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore. 2 കോടിക്ക് മുകളിലും 5 കോടിക്ക് താഴെയും വരുന്ന സർവീസ് സെക്ടറിനെയാണ് മീഡിയം സർവീസ് എൻ്റർപ്രൈസസ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഈ മേഖലയ്ക്കാണ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയേക്കാളും ഇന്ത്യ പ്രോത്സാഹനം കൊടുക്കുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കാണ്. ഒരു എൻ്റർപ്രനർ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവന് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം കിട്ടും, ഒപ്പം മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ കഴിയും. അങ്ങനെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.